ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോൾ സോയിങ്ക എഴുതിയ കോങ്കീസ് ഹാർവസ്റ്റ് എന്ന പ്ലേ ആണ്. ഈ പ്ലേയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ റൈറ്ററിനെ കുറിച്ച് പരിചയപ്പെടാം. വോൾ സോയിങ്ക ജനിക്കുന്നത് 1934 ജൂലൈ 13 നൈജീരിയയിലാണ്. വോൾ സോയിങ്ക ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരു പ്രശസ്തനായ പ്ലേ റൈറ്റും പോയറ്റും റൈറ്ററുമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തരിൽ ഒരാളാണ് അദ്ദേഹം. സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരനും വോൾ സോയിങ്കയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് ഒക്കെ രാഷ്ട്രീയം, സ്വാതന്ത്ര്യം, അനീതി, മനുഷ്യാവകാശം എന്നിവയെക്കുറിച്ചാണ്. നമുക്കിനി പ്ലേയിലേക്ക് കടക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കോങ്കി, ഒബ ഡാൻലോള, ഡാവോഡു, സെഗി, എയ്ക്കോട്ടോ എന്നിവരൊക്കെയാണ്. ഞാനിവരുടെ പേരൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവരെ പറ്റി ഒരു ചെറിയ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. ഇതിൽ ഫസ്റ്റായിട്ട് കോങ്കി എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ പ്രസിഡൻ്റാണ്. രാജ്യത്തെ പിടിച്ചടക്കാനും അധികാരം സ്വന്തമാക്കാനും എല്ലാം ചെയ്യുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഒബ ഡാൻലോളയാണ് അവിടുത്തെ പഴയ പരമ്പരാഗത രാജാവ്. കോങ്കി ഡാൻലോളയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഡൗഡു എന്ന് പറയുന്നത് ഡാൻലോളയുടെ നെഫ്യൂ ആണ്. യുവജനങ്ങളുടെ നേതാവാണ് അദ്ദേഹം. ഡൗഡുവിൻ്റെ ലവറാണ് സെഗി. ഇനി അവസാനത്തെ ക്യാരക്ടറാണ് എയ്ക്കോട്ടോ. എയ്ക്കോട്ടോ ഒരു മനുഷ്യനല്ല, പാരറ്റാണ്. എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുന്ന ഒരു പാരറ്റാണ് എയ്ക്കോട്ടോ. ഇനി നമുക്ക് പ്ലേയിലേക്ക് പോകാം. ഇതിൽ ടോട്ടൽ 5 ആക്ട് ഉണ്ട്. ആക്ട് 1-ൽ ഈ പ്ലേ ബിഗിൻ ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവൽ ഹാളിലാണ്. ന്യൂ യാം ഫെസ്റ്റിവലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതായത് ചേന വിളവെടുപ്പാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ പണ്ട് കാലം മുതൽ രാജാവായ ഒബ ഡാൻലോളയാണ് നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ നേതാവായ പ്രസിഡന്റ് കോങ്കി ആ ഫെസ്റ്റിവൽ താൻ നടത്തുമെന്ന് ആവശ്യം വെക്കുന്നു. അവിടെ ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിലിൻ്റെ പേരാണ് അവേരി കൗൺസിൽ. ആ കൗൺസിലുള്ളവർ കോങ്കിയുടെ ആളുകളാണ്. അവർ പറയുന്നത് പഴയ ആചാരങ്ങളൊക്കെ മാറ്റി പുതിയതാക്കണം എന്നാണ്. അവർ അവിടെ ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോങ്കിയുടെ തെറ്റായ പ്രവർത്തികളെക്കുറിച്ചും അധികാരത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും ജനങ്ങൾക്ക് സംഭവിക്കുന്ന അനീതിയെക്കുറിച്ചും എയ്ക്കോട്ടോ എന്ന പാരറ്റ് സത്യം പറയുന്നു. എയ്ക്കോട്ടോ സത്യം മാത്രം പറയുന്ന ഒരു പാരറ്റാണ്. സത്യം പറയുന്നത് കൊണ്ട് കോങ്കി അവനെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് കോങ്കി എയ്ക്കോട്ടോയെ തടവിലാക്കി വെച്ചിട്ടാണുള്ളത്. അവിടുത്തെ ജനങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അവർക്ക് പഴയ രാജാവ് ഡാൻലോളയെ ഓർമ്മ വരുന്നുണ്ട്. ഡാൻലോളയാണ് ഈ ഉത്സവത്തിൽ യഥാർത്ഥ നേതാവ് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഡാൻലോളയെ കോങ്കി തടവിൽ വെച്ചിരിക്കുകയാണ്. കോങ്കി ആഗ്രഹിക്കുന്നത് പഴയ രാജാവായ ഡാൻലോള തന്നെ കോങ്കിക്ക് ചേന കൈമാറണം എന്നാണ്. അത് കണ്ടിട്ട് ജനങ്ങൾക്ക് തോന്നണം കോങ്കിയാണ് പുതിയ നേതാവ് എന്ന്. പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ആചാരങ്ങൾ മാറ്റുന്നതൊന്നും ശരിയല്ല എന്നാണ്. അവർക്ക് ഡാൻലോളയെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ അവർ അത് തുറന്നു പറയുന്നില്ല. ഇനി ആക്ട് 2 ആണ് നമ്മൾ പറയുന്നത്. ആക്ട് 2-ൽ നമ്മൾ കാണുന്നത് ഒബ ഡാൻലോള കോങ്കിയുടെ തടവിലിരിക്കുന്നതാണ്. ഡാൻലോള സ്വയം താൻ രാജാവാണെന്ന ആത്മവിശ്വാസം കാത്തു സൂക്ഷിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ തടവിൽ വെച്ചാലും എൻ്റെ പാരമ്പര്യവും അധികാരവും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല എന്ന്. ആ സമയത്ത് കോങ്കിയുടെ ആളുകൾ ഡാൻലോളയെ കാണാൻ വരുന്നുണ്ട്. കോങ്കിയുടെ സെക്രട്ടറി ഡാൻലോളയോട് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നത് പ്രസിഡന്റ് കോങ്കിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായി പുതിയ വിളവിൻ്റെ ചേന, അതായത് ഫസ്റ്റ് യാം നിങ്ങൾ തരണം എന്നാണ്. പക്ഷേ ഡാൻലോള അത് നിരസിക്കുന്നുണ്ട്. ഡാൻലോള പറയുന്നത് ന്യൂ യാം ഫെസ്റ്റിവലിലെ ആദ്യ ചേന കൊയ്യുന്നത് എൻ്റെ അവകാശമാണ്. ഞാനത് കോങ്കിക്ക് കൊടുത്താൽ എൻ്റെ രാജഭരണം ഒപ്പുവെച്ച് തന്നതുപോലെയാകും എന്ന് പറയുന്നു. അപ്പോൾ കോങ്കിയുടെ ആളുകൾ പറയും, നിങ്ങൾ ചേന നൽകി കോങ്കിയെ ആദരിച്ചാൽ നിങ്ങളെ തടവറയിൽ നിന്നും മോചിപ്പിക്കും എന്ന്. ഇതൊക്കെ കേട്ടിട്ടും ഡാൻലോള പേടിക്കുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് കൂടെയുള്ള തടവുകാർ ഡാൻലോളയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ അനുസരിച്ചാൽ ഈ തടവിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുമല്ലോ എന്ന്. പക്ഷേ ഡാൻലോള പറയുന്നത് അധികാരം മനുഷ്യൻ്റെ ഹൃദയത്തിലായിരിക്കും, അല്ലാതെ തടവറയിലല്ല എന്ന്.
ഇനി ആക്ട് 3 തുടങ്ങുന്നത് കോങ്കിയുടെ ഹാളിൽ വെച്ചിട്ടാണ്. അവിടെ വലിയ പോസ്റ്റേഴ്സും കോങ്കിയെ പുകഴ്ത്തുന്ന വാചകങ്ങളും പതാകകളും ഒക്കെയുണ്ട്. കോങ്കി അവിടെ വലിയൊരു പ്രസംഗം പറയാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം പറയുന്നത് പുതിയ കാലം തുടങ്ങി, പഴയ രാജാക്കന്മാരുടെ കാലമൊക്കെ അവസാനിച്ചു, രാഷ്ട്രത്തെ പുതിയ വഴിയിൽ നയിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കോങ്കി ആഗ്രഹിക്കുന്നത് ഡാൻലോള തൻ്റെ മുന്നിൽ ആദരവോടെ വരണം എന്നാണ്. പക്ഷേ കോങ്കിക്ക് ഡാൻലോളയെ ചെറിയ പേടിയുണ്ട്. അതിൻ്റെ കാരണം പണ്ടത്തെ രാജാവായ ഡാൻലോള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ശക്തനാണ്. അതുകൊണ്ട് ഡാൻലോള കോങ്കിയെ ഭരണാധികാരിയായി അംഗീകരിക്കുന്നു എന്നൊരു രംഗം ജനങ്ങളെ കാണിക്കണം എന്നുണ്ട്. അങ്ങനെ ആക്ട് 3യുടെ അവസാനം കോങ്കി നല്ല ടെൻഷനിലാണ്. ഡാൻലോള വരാത്തതിൽ പേടിയും ദേഷ്യവും ഒക്കെ കാണാം. ഇനി ആക്ട് 4 ബിഗിൻ ചെയ്യുമ്പോൾ ഒരു പുതിയ ക്യാരക്ടറിനെ നമുക്ക് കാണാം. ആ ക്യാരക്ടറിൻ്റെ പേരാണ് ഡൗഡു. ഇദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് രാജ്യം പ്രശ്നമില്ലാതെ ശാന്തമായി പോവണം എന്നാണ്. പഴയ സംസ്കാരവും സന്തോഷവും തിരിച്ചു വരണം എന്നാണ്. അദ്ദേഹം പറയുന്നു, കോങ്കി ചെയ്യുന്ന കാര്യങ്ങൾ ഡെമോക്രസി അല്ല, ആളുകളെ തടവിലിട്ട് ശക്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഡൗഡുവിൻ്റെ ലവറാണ് സെഗി. സെഗിയാണ് ഡൗഡുവിനെ കോങ്കിക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ഡാൻലോളയുടെ ഫാമിലിയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. കോങ്കിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഡൗഡുവിന് മാത്രമേ കഴിയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഡൗഡ് പറയുന്നു ഡാൻലോളയെ പുറത്തു കൊണ്ടുവരണം എന്ന്. പക്ഷേ കോങ്കിയെ ആദരിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ വിടൂ എന്ന് പറയുന്നുണ്ട്. ഡൗഡ് ഒരു തീരുമാനമെടുക്കുന്നു. കോങ്കിയുടെ നാടകത്തിൽ താൻ പങ്കെടുക്കില്ല. പഴയ രാജാവ് ഡാൻലോളയുടെ ആചാരം, പാരമ്പര്യം, സംസ്കാരം ഒക്കെ ഞാൻ സംരക്ഷിക്കും എന്ന് ഡൗഡ് പറയുന്നുണ്ട്. ആക്ട് 5 തുടങ്ങുന്നത് ഫെസ്റ്റിവൽ ഹാളിലാണ്. സംഗീതവും നൃത്തവും എല്ലാം ഒരുക്കിയിരിക്കുന്നു. കോങ്കി സ്റ്റേജിലേക്ക് വരുന്നു. അദ്ദേഹം പ്രസംഗിക്കുന്നു. കോങ്കി ആഗ്രഹിക്കുന്നത് ഡാൻലോള തനിക്ക് ചേന സമ്മാനമായിട്ട് തരട്ടെ എന്നാണ്. അപ്പോൾ വേദിയിലൊരു ദുഃഖകരമായ സംഭവം നടക്കുന്നുണ്ട്. സ്റ്റേജിലേക്കൊരു ബോക്സ് വരുന്നു. കോങ്കി ഹാപ്പി ആകുന്നു. കോങ്കി കരുതുന്നത് അത് ഡാൻലോള അയച്ച ചേനയാണെന്നാണ്. പക്ഷേ ബോക്സ് തുറന്നപ്പോൾ അത് ചേനയല്ല, ഡാൻലോളയുടെ വെട്ടിക്കൊന്ന ശരീരത്തിൻ്റെ ഭാഗമാണ്. ഡാൻലോള കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി. ജനങ്ങൾ ഷോക്കായി. കൗൺസിലൊക്കെ പേടിച്ചോടി പോകുന്നത് കാണാം. ഡൗഡ് ചോദിക്കുന്നു, ഇതാണോ കോങ്കി പറഞ്ഞ ന്യൂ ഹാർവസ്റ്റ് എന്ന്. കോങ്കിയുടെ മുഖം താഴുന്നു. കോങ്കി ഒറ്റപ്പെടുന്നു. അവസാനം ഡൗഡ് അധികാരത്തിലേക്ക് വരുന്നു. ഡൗഡ് പുതിയ പ്രതീക്ഷയായി ഉയരുന്നു. അങ്ങനെയാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഈ ഡ്രാമയിൽ വോൾസോയിങ്ക നമ്മളോട് പറയുന്നത് ഭരണം ചെയ്യുന്നവർ അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ ജനങ്ങൾ ഒരിക്കൽ അവർക്കെതിരെ ഉയരും എന്നതാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, ഫ്രീഡം, പവർ, ചേഞ്ച്, യൂണിറ്റി എന്നതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.